ഓക്കെ. ഏറ്റവും സ്നേഹമുള്ള ദമ്പതിമാരെ, നമ്മുടെ പരിശീലന പരിപാടിയിലെ 14-ാമത്തെ മൊഡ്യൂളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ വിവാഹ ബന്ധത്തെ വളർത്താൻ എപ്രകാരം നമ്മുടെ ഈ പുറത്ത് നമ്മൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ കരിയർ എന്ന് പറയുന്നത്, നമ്മൾ മിക്കവാറും തന്നെ പണ്ടത്തെ മാതിരിയല്ലല്ലോ. ഒരു അഗ്രികൾച്ചർ സൊസൈറ്റിയിൽ കൃഷി ചെയ്ത് ജീവിച്ചപ്പോൾ മാതാപിതാക്കളൊക്കെ ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ ശേഷം ഭർത്താവ് വീടിന് പുറത്ത് പോയി ജോലി ചെയ്യുന്നു, ഒരുപക്ഷെ ഭാര്യ വീടിനകത്ത് കാര്യങ്ങൾ നോക്കുന്നു. ഇപ്പോൾ അത് മാറി രണ്ടുപേരും ഒരുമിച്ച് പുറത്ത് ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ വീടിന് പുറത്ത് നമ്മൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നമ്മുടെ കരിയർ, അത് നമ്മുടെ വിവാഹ ജീവിതവും വിവാഹ ബന്ധവും അത് തമ്മിലൊരു ബാലൻസ് ഉണ്ടെങ്കിലാണ് നല്ലൊരു ബന്ധം നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആ, ഈ ട്രെയിനിങ്ങിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ ആരെങ്കിലും ഒരാളെങ്കിലും പുറത്ത് ജോലി ചെയ്യുന്നവരല്ലേ, വീടിന് പുറത്ത് അല്ലേ? ബിനോയ് അതെ. ഒക്കെ അങ്ങനെയല്ലേ? അതെ. ആരെങ്കിലും രണ്ടുപേരും പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ടോ? ആ രണ്ടുപേരും കൈ പുറത്ത് വയ്ക്കാൻ ജോലി മതി. ചെയ്യുന്നുണ്ട് ഞങ്ങള്. നിങ്ങൾ രണ്ടുപേരും ജോലി രണ്ടുപേരും ചെയ്യുന്നവരാണ്. വർക്ക് ചെയ്യും. നിഷ, ഡോണോ? ഞാൻ പുറത്ത് ജോലി ചെയ്യുന്നതാണ്. ഞാൻ ഭാര്യ വർക്ക് വീട്ടിൽ ചെയ്യില്ല, ഹൗസ് വർക്ക് വൈഫാ. ചെയ്യുന്നില്ല. ഹൗസ് വൈഫാണ്. ഓക്കെ, ഓക്കെ, ഓക്കെ. ലോഗി, ലോഗി ഒരാൾ ആൻഡ് മിനി. ഞാൻ പുറത്ത് ജോലി ചെയ്യുന്ന വൈഫ് ഹൗസ് വൈഫാണ്. അതെ അല്ലേ? പിന്നെ നമ്മുടെ ജിനോയി ആൻഡ് ഷിൻസി ഉണ്ടാവും അല്ല? അതാണിപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ? അത് പറഞ്ഞു. ഓക്കെ, ഓക്കെ, ഓക്കെ. പിന്നെ ഷാജി ആൻഡ് അഞ്ജു. ഞങ്ങൾ രണ്ടുപേരും പുറത്ത് ജോലി നിങ്ങൾ ചെയ്യുന്നു. രണ്ടുപേരും പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. ഓക്കെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ശരിക്കും ഈ പുറത്ത് ചെയ്യുന്ന ജോലിയും വിവാഹബന്ധവും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? എന്തെല്ലാം നന്മകളും എന്തെല്ലാം ഒരുപക്ഷെ പോരായ്മകളും വഴി വരാം. ആ സാധ്യതകളെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. നിങ്ങൾക്ക് അത് തോന്നുന്നു, ഈ പുറത്ത് ജോലി ചെയ്യുന്നത് ആണോ നല്ലത്, അത് വീടിനകത്ത് രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുന്നതാണോ നല്ലത്? ഇപ്പൊ ചില കപ്പിൾസ് ഉണ്ട്, അതേ ഡു ടുഗദർ. ചിലപ്പോൾ കൃഷി ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം, അത് രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പോൾ ഒരു കാർ സർവീസ് സ്റ്റേഷൻ നടത്തുന്ന ഒരു ദമ്പതിയെ എനിക്കറിയാം. ഒരു മിനിറ്റ്. കാർ സർവീസ് സ്റ്റേഷൻ നടത്തുന്ന ഒരു ദമ്പതി, അവർ രണ്ടുപേരും കൂടിയാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. പക്ഷേ ചില കുടുംബങ്ങളിൽ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വ്യത്യസ്തമായ വെല്ലുവിളികളെയാണ് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ജോലിയുടെ നേച്ചർ കൊണ്ട് തന്നെ വിവാഹ ബന്ധത്തിൽ ചില വെല്ലുവിളികൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണെന്ന് ഞങ്ങളോട് പറയാവോ? ആരായിരിക്കും പറയാ? ജിനോയി, ഷിൻസി ഒന്ന് ഷെയർ ചെയ്യാവോ? നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് എന്താണ് നിങ്ങളുടെ ഒരു വെല്ലുവിളി? വെല്ലുവിളി എന്തെങ്കിലും? വെല്ലുവിളി എന്ന് പറഞ്ഞാൽ വീട്ടിലെ ജോലികളൊക്കെ നമുക്ക് രണ്ടുപേരും ജോലിക്ക് പോണോണ്ട് വീട്ടിലെ ജോലികളൊക്കെ ഇപ്പൊ കൂടുതലും എന്റെ ഒരു ഇതിലേക്ക് വരും. അപ്പൊ നമുക്ക് ചിലപ്പോ ഇപ്പൊ ഒരു പ്രഷറാകും. കാരണം വെച്ചാൽ കുട്ടികളെ സ്കൂളിൽ അയക്കണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ജോലിക്ക് പോകാനായിട്ട്. അപ്പൊ കൂടുതലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ ഇപ്പൊ ജനങ്ങൾ ഹെൽപ്പ് ചെയ്യണ കാരണം കുറച്ചും കൂടി കുഴപ്പമില്ല. ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെ ഗ്രേസ് വന്നതിന് ശേഷം ഹെൽപ്പ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ജിനോയി അല്ലേ? ശരിക്കും അതിൽ വന്നേ പിന്നെയാണ് മാറ്റം വന്നത്. അപ്പൊ അങ്ങനെ പണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ രാവിലെ ചിലപ്പോ ഞങ്ങൾ ചെക്കിയെടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഇവർ എല്ലാവരും രണ്ടുപേരും സ്കൂളിൽ വിടണം. ഇത് കഴിഞ്ഞ് നമുക്ക് വീട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. അപ്പൊ ജോലിക്ക് പോകാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ പോണത്. നമ്മള് അപ്പൊ ജിനോയിനോട് പറയും, നിനക്ക് പറ്റില്ലെങ്കിൽ നീ ജോലി നിർത്തിക്കോ എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് എനിക്ക് ജോലി പറ്റില്ല. നിർത്താൻ താല്പര്യമില്ലാത്ത കാരണം അപ്പൊ ഞാൻ എന്നാ ഞാൻ ഒക്കെ ചെയ്തിട്ട് ഞാൻ പൊക്കോളാം എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഇപ്പൊ മാറ്റം വന്നു, ആൾക്കത് മനസ്സിലായി നമ്മൾ എന്തോരം പണി ഓക്കെ. എന്തോരം ജോലി ചെയ്യേണ്ടെന്നൊക്കെ. രണ്ടുപേരും കൂടി കുഴപ്പമില്ല. ജോലിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. രണ്ടുപേരും പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടു ജോലികൾ ബേർഡനാവും. ആർക്കെങ്കിലും ഒരാൾക്ക് ബേർഡനാവും. അല്ലെങ്കിൽ രണ്ടുപേരും കൂടി അതുപോലെ അത്ര അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഷെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ സ്ട്രെസ് വരും. അത് കുടുംബജീവിതത്തെ ബാധിക്കാം, മക്കളോടുള്ള പെരുമാറ്റത്തൊക്കെ അത് ബാധിക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ മുൻപിലുണ്ട്. ഓക്കെ. പിന്നെ എന്തായിരിക്കും? ഡോൺ ജോലിക്ക് പോവുകയും നിഷ വീട്ടിലിരിക്കുകയും ചെയ്യാമല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എന്നെ സംബന്ധിച്ച് എന്റെ ഡ്യൂട്ടി ടൈം ഈവനിങ്ങിലാണ്. ഇപ്പൊ എന്റെ ഡ്യൂട്ടി ടൈമാണ് ശരിക്കും. അപ്പൊ അതെ. ആക്ച്വലി പകല് ഫുൾ ടൈം ഞാൻ ഇവിടെ ഉണ്ട്, അവളുടെ കൂടെ ഉം. ഉണ്ട്. ആ ഹാ അപ്പൊ ഹാ 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 അവളും ഹാ. ഇപ്പഴെ കല്യാണം കഴിഞ്ഞ് വന്ന് ജോലിക്ക് പോകുന്ന ഒരു കാര്യം ഞാൻ അവളോട് സംസാരിച്ചു. അപ്പൊ എന്താണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ പകൽ അവള് ജോലിക്ക് പോകും, രാത്രി ഞാൻ ജോലിക്ക് പോകും. അപ്പൊ ഞങ്ങൾ തമ്മിൽ കാണുന്നത് കുറവായിരിക്കും, അതെ, 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 ഇടയ്ക്കിടയ്ക്ക് അതെ. കാണുള്ളൂ. അപ്പൊ തന്നെ ആ. ഞങ്ങൾ ഡിസിഷൻ എടുത്തു, രണ്ടുപേർക്കും കൂടി ഒരു സമയം തന്നെ ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ ഉം, പോവാം ഉം, എന്നുള്ള ഉം, ഉം. കാര്യം.
ഉം, പിന്നെ ഉം, ഇപ്പോ ഉം, ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് US കമ്പനി ആയതുകൊണ്ടാണ് എനിക്ക് ആ ടൈമിൽ വർക്ക് ഉം, വരുന്നത്. ഉം, 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 അപ്പോൾ ഉം, ഞാൻ ഉം, ഉം. ഓഫീസിൽ പോകുന്ന ആഴ്ചയിൽ 2 ദിവസമാണ്, ബാക്കി എല്ലാ ദിവസവും ഞാൻ വീട്ടിലുണ്ട്. ആ വർക്ക് ഓക്കെ. ചെയ്യുന്നുണ്ടെങ്കിലും അവളുടെ കൂടെയാണ്. ആ ഓക്കെ, വർക്ക് ഫ്രം പക്ഷെ ഹോം അല്ലെ? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ കൂടെ എന്റെ വൈഫ് അല്ലെങ്കിൽ എന്റെ നിഷ ജോലിക്ക് വരുന്നതാണ്. ഞാൻ ചെയ്യുന്ന ഏത് ജോലി ആയാലും അതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കൂടെ നിൽക്കാനെങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഉം, ഞാനിപ്പോ ഉം, ഉം, ഉം. ചെറിയ രീതിയിൽ ഒരു സൗണ്ടിന്റെ പരിപാടി ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ അതില് പോകുമ്പോൾ ഞാൻ എപ്പോഴും അവളെ കൂടെ കൊണ്ടുപോകും. പകലാണ് ആ ആ സമയത്ത് നമ്മൾ ഫ്രീ ആ ആയിട്ടിരിക്കുന്ന ആ സമയത്താണ് അതിന്റെ വർക്കുകൾ വരാം. അപ്പോൾ ഞാൻ ആ കൂടെ കൊണ്ടുപോകും. ഈവൻ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരും. പക്ഷെ എങ്കിൽ തന്നെയായാലും എനിക്ക് അവളെ കൂടെ നിൽക്കുന്നത് ഭയങ്കര ഒരു സന്തോഷം, ഒരു എനർജി അത് ഒക്കെയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു മൊഡ്യൂളിൽ ചർച്ച പറഞ്ഞിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്, ഓക്സിറ്റോസിൻ കൂടും രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ഇതുപോലെ അങ്ങനെ പുറത്ത് നിങ്ങൾ ജോലി സഹകരിച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ. ഉണ്ടാവുന്ന സ്ട്രെസ് ഒക്കെ ഞാൻ ഒരു പരിധി വരെ ആയാലും ഇറക്കി വെക്കുന്നത് ഇവിടെ വന്നിട്ടാണ്. ഉം, 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 ഇപ്പൊ ഞാൻ ഉം, ഉം. ജോലി കഴിഞ്ഞ് വരുന്നത് രാത്രി 1 മണിക്കൊക്കെ ആണെങ്കിൽ തന്നെ അതുവരെ ആളോടെ വെയിറ്റ് ചെയ്യും. ഓ, എന്നിട്ട് 1 മണി വരെയോ? വരെ ഇരുന്നിട്ട് ശേഷം ഓഫീസിൽ നടന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞതിന് ശേഷമേ ഉറങ്ങാറുള്ളൂ. അപ്പൊ ആളും ഓഹോ. ഇപ്പൊ ഒരു ആളുടെ ബയോളജിക്കൽ ക്ലോക്ക് അങ്ങനെയായി. ആ ആ ആ ആ, അത് കൊള്ളാം. ആ ആ നിഷ ഇതെങ്ങനെ സാധിക്കുന്നു 1 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്യാനായിട്ട്? ആള് കുറച്ച് ആർട്ടിസ്റ്റിക് മൈൻഡുള്ള ആളാണ്. അപ്പൊ അതിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആ ശരി ചെറിയ ശരി ആർട്ട് ശരി ശരി. കാര്യങ്ങളൊക്കെ. അത് കൊള്ളാം അല്ലേ? അപ്പൊ അങ്ങനെ ആ, തിരിച്ചു വരുന്നവരെ കാത്തിരിക്കുന്ന ഒരു മനസ്സ്. ഓക്കെ, വെരി ഗുഡ്, കൊള്ളാം. വേറെ എന്തായിരിക്കും നമുക്ക് ലോകിച്ചേട്ടന്റെ വീട്ടിൽ എങ്ങനെയാണ്? നിങ്ങൾ ഇങ്ങനെ ജോലിക്ക് പോകുന്നത് കൊണ്ട് ഞാൻ നേരത്തെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിന്റെ ജോലി, ഞാൻ എന്റെ ജോലി. ഇപ്പൊ ഞാൻ ഗവൺമെന്റ് സർവീസിലാണ്. ഞാൻ എന്റെ ആ ജോലി അങ്ങനെ ചെയ്തായിരുന്നു. ഇപ്പോ ഞാൻ കുറച്ചൊക്കെ വൈഫിന്റെ ജോലികളിലൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. പക്ഷെ എന്റെ ഇപ്പം ഗവൺമെന്റ് ജോലിയാണെങ്കിൽ പോലും ചിലപ്പം മിക്കവാറും തീരാറൊന്നും ഇല്ല. അപ്പം ഇപ്പൊ എന്നാ വെച്ചാൽ കുറെ ഓൺലൈൻ ആയതുകൊണ്ട് വൈഫിനെ കൊണ്ട് കുറെ ചെയ്യിക്കും. അങ്ങനെ കുറച്ചൊക്കെ ഞാൻ അങ്ങോട്ടും അങ്ങനെ ഇങ്ങോട്ടും നിങ്ങൾ ഷിഫ്റ്റ് സഹകരിക്കും അല്ലേ? സഹകരിച്ച് ചെയ്യും അല്ലേ? ഓക്കെ 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 ഓക്കെ. അൻസിന്റെ അവിടെ നിങ്ങൾ എങ്ങനെയാ? ഷാജു ആൻഡ് അൻസു, ഷാജു. ഞങ്ങള് ഒരു 10 വർഷം മുമ്പ് ചേട്ടൻ ഗൾഫിലായിരുന്നു. ആ അപ്പൊ ആ ഞാനും ജോലിക്ക് പോയിരുന്നു. അപ്പൊ അന്ന് മോള് കൊച്ചായിരുന്നു. ഉം, അപ്പൊ ഉം, രണ്ടുപേരും ജോലിക്ക് പോകുന്നതിന്റെ ബുദ്ധിമുട്ട് ഒത്തിരി എനിക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നു. ഉം, ചേട്ടൻ ഉം. സ്ഥലത്തില്ലാത്തതിനും ആ കൊച്ചിനെ വളർത്തി എപ്പോഴും എന്തിനും ഞാൻ തന്നെ പുറത്തു പോവുകയും വീട്ടു ഉം. കാര്യങ്ങളും ഒക്കെ ഇപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ആ പിന്നീട് ആ മോളെ വളർത്തേണ്ട ആവശ്യം വന്നപ്പോൾ ഞാൻ ജോലിക്ക് പോകാതെ ഇരുന്നു. ഓക്കെ പിന്നെ ഓക്കെ. ഇപ്പൊ അവള് നേഴ്സിങ്ങിന് പോയി കഴിയുമ്പോൾ വീണ്ടും ഞാൻ വീട്ടിൽ ഒറ്റയായി. അപ്പൊ ചേട്ടൻ ജോലിക്ക് പോണ സമയമായപ്പോ ഞാനൊരു ടൈലറിന്റെ ഷോപ്പ് ഇട്ടു. ആ ആ അപ്പൊ ഞാൻ എൻഗേജ്ഡ് ആയി. അപ്പൊ എൻഗേജ്ഡ് ആയ സമയത്ത് നമ്മൾ ഒത്തിരി മെന്റലി പവർ വെച്ചു നമുക്ക്. മറ്റേത് മോളും കൂടി പോയി കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു വീട്ടിൽ ഒറ്റയ്ക്ക് ശൂന്യത. ഇരുന്നിട്ട്. ഉം, ഉം, ആ ഉം, ഉം, പിന്നെ ഉം, ഞങ്ങൾ ഷെയർ ചെയ്യും, ജോലി സ്ഥലത്തെ ഉം, കാര്യങ്ങളൊക്കെ ഉം, ഷെയർ ഉം, ചെയ്യും. ഉം, ആം, ഉം. പി- രണ്ടുപേർക്കും ജോലി സ്ഥലത്ത് ആളുകളെ പരിചയമുണ്ട്. ആ അവിടുത്തെ ഓക്കെ. വിശേഷങ്ങൾ പറയുകയും ഉം, ഞങ്ങൾ ഉം, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉം, പോകും. ഉം, ഉം, ഞങ്ങള് നല്ല സുപരിചിതമാണ് രണ്ട് സ്ഥലത്തും. ഓക്കെ ഫൈൻ, വെരി ഗുഡ്. ചേട്ടനെ എന്റെ കടയില് അവിടെ ഉള്ള ആ ബിൽഡിങ്ങിലുള്ള എല്ലാവർക്കും അറിയാം. ആ ആ ചേട്ടന്റെ വർക്ക്ഷോപ്പില് എല്ലാവർക്കും എന്നെ അറിയാം. ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ശരിയാണ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഭാര്യ ജോലിക്ക് ഉം, പോകുമ്പോൾ വീട്ടിലെ ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് ബുദ്ധിമുട്ട്. ഉം, അല്ലാതെ ഉം, ഒറ്റയ്ക്ക് ഉം. ഇരിക്കുമ്പോൾ മനസ്സ് ഡള്ളാവില്ല. പിന്നെ പല ശരിയാ. കുടുംബങ്ങളിലും വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾ പലതും ആലോചിച്ച് കൂട്ടുകയും ഉം, പല ഉം, ഉം. പ്രശ്നങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത കൂടുതല്. ഓക്കെ ഓക്കെ ഞാനും ശരി. ജോലിക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്ന കുറച്ചുകൂടി നമ്മള് ലോകത്തെ അറിയുകയും നമുക്ക് സമയമില്ല, തല്ലു പിടിക്കാനൊന്നും നമുക്ക് സമയമില്ല. അതെ അതെ അതെ. കുറച്ചുകൂടി ഉം, നമ്മളുടെ ഉം. മൈൻഡ് ഓപ്പൺ ആവും. ആ പിന്നെ കുറച്ചു ഉം, നേരം രണ്ടുപേര് രണ്ട് സ്ഥലത്തായിരിക്കുന്നു, ഒരു കണക്കിന് സ്നേഹം കൂടാനും നല്ലതായിരിക്കും ചിലപ്പോൾ. സത്യമാണ് അത്. തീർച്ചയായിട്ടും. അതെ. ഓക്കെ, നമുക്ക് ഭാര്യ ജോലിക്ക് പോണ പോട്ടെന്നുള്ളതല്ല നമ്മുടെ ചോദ്യം. അങ്ങനെ ആ ഓക്കെ. നമുക്ക് യഥാർത്ഥത്തില് ആരെങ്കിലും ഒരാൾ ജോലിക്ക് പോയാലും രണ്ടുപേര് ജോലിക്ക് പോയാലും വിവാഹ ബന്ധത്തെ അത് സ്വാധീനിക്കുന്നത് പല വിധത്തിൽ സ്വാധീനിക്കും. പ്രത്യേകിച്ച് ഈ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെല്ലുവിളികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ ഒരു വെല്ലുവിളി നമ്മുടെ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒരു ആമുഖമായിട്ട് പറയാം. ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് സംലഭ്യത കുറവ് വരും. എന്ന് വെച്ചാൽ സമയം, നമ്മൾ ഒരുമിച്ചുള്ള സമയം കുറയാണല്ലോ. ഇപ്പോൾ ചില വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ജോലിക്ക് പോയി തിരിച്ചു വന്ന് ജസ്റ്റ് മേ ബി ഒരു ജോലി വന്നു കഴിഞ്ഞപ്പോൾ ഒരു 6 മണിക്ക് 7 മണിക്ക് വന്ന ഒരാളാണെങ്കിൽ പിന്നെ ഉറങ്ങുന്ന പോലെ ഒരു 3 മണിക്കൂർ കിട്ടും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പക്ഷേ ഒരു 2 മണിക്കൂർ കിട്ടുമായിരിക്കും. അങ്ങനെ 5 മണിക്കൂറാണ് ശരിക്കും ഒരു ആക്റ്റീവായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നത്. അതിനകത്ത് ക്ഷീണവും പിന്നെ കുറേയേറെ കാര്യങ്ങളൊക്കെ വരും.
എന്നാൽ ജോലി ഇല്ലെങ്കിൽ ഈ രണ്ടുപേർക്കും ഒരുമിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സംലഭ്യതയുടെ ഒരു കുറവ് ജോലി ഉണ്ടെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. നിർബന്ധമൊന്നുമില്ല. അതിനെ എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്നാലും ഒരു സാധ്യതയുണ്ട്. മറ്റൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വീട്ടിൽ നമ്മൾ വീടിനകത്താണെങ്കിൽ നമ്മൾ തന്നെ കാണുന്നുള്ളൂ. പുറത്താവുമ്പോൾ പലരെ കാണും. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് സോഷ്യലി കണക്റ്റഡ് ആകാനുള്ള സാധ്യത പുറത്ത് ജോലിക്ക് പോകുമ്പോൾ ഹയറാണ്, കൂടുതലാണ്. അവിടെ കാണുന്ന ആരാണെങ്കിലും ശരി, ചിലപ്പോൾ കൂട്ടുകാരികളായിരിക്കാം, കൂട്ടുകാരന്മാരായിരിക്കാം, ആരാണെങ്കിലും ശരി, അവരുമായിട്ട് കണക്ട് ചെയ്യാനും പരിചയപ്പെടാനും ബന്ധങ്ങൾ പുതുക്കാനും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ കമ്പനി ഔട്ടിങ് അങ്ങനെ പരിപാടികളുണ്ട്, അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പോൾ വേറെ ഒരു ബന്ധത്തിന്റെ സർക്കിൾ രൂപപ്പെടാനുള്ള സാധ്യത ഈ പുറത്ത് ജോലിക്ക് പോകുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ട്. അത് സ്ത്രീ ആണെങ്കിൽ, ഇപ്പോൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സ്കൂളിലെ മറ്റ് അധ്യാപകരുമായിട്ടും അല്ലെങ്കിൽ സഹപ്രവർത്തകരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുമല്ലോ. അങ്ങനെ ചില ബന്ധങ്ങൾ രൂപപ്പെടാനുള്ള ഒരു സാധ്യത പുറത്ത് ജോലിക്ക് പോകുമ്പോഴുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യത എന്ന് പറയുന്നത് സ്ട്രെസ് ലെവൽ കൂടാനുള്ള സാധ്യതയാണ്. കാരണം ജോലിക്ക് അതിൻ്റെതായ സ്ട്രെസ് ഉണ്ടല്ലോ. ഇന്ന് ആരും നമുക്ക് ശമ്പളം വെറുതെ തരില്ല, നമ്മളെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കും. അപ്പോൾ ആ പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട്, അതിപ്പോൾ സ്വന്തമായിട്ട് കമ്പനി നടത്താണെങ്കിൽ തന്നെയാണെങ്കിലും ശരി, അതിനകത്ത് ഒത്തിരി സ്ട്രെസ് എലമെന്റ് ഉണ്ട്. അപ്പൊ അത് നമ്മുടെ വീട്ടിൽ ബന്ധങ്ങളിൽ എന്താ പറയുക സ്വാധീനിക്കാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്, സ്ട്രെസ് എലമെന്റ്. പിന്നെ നാലാമത്തെ മറ്റൊരു എലമെന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ ജോലി എപ്പോഴും ഒരാൾക്ക് സാമ്പത്തികമായി വരുമാനം ഉണ്ടാക്കും. ഈ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അയാളുടെ ഐഡന്റിറ്റിയിൽ ഡിഫറൻസ് വരും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ജോലി ഉള്ള ഒരു ഭാര്യയും ജോലി ഇല്ലാത്ത ഭാര്യയും തമ്മിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ചില ജോലിയില്ലാത്ത ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ അങ്ങനെ ഷെയർ ചെയ്യുന്നവരുണ്ട്, അത് വേറെ കാര്യം. എന്നാലും ജനറലി സ്പീക്കിംഗ് ചിലപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിന് സാമ്പത്തികമായിട്ട് ആശ്രയിക്കേണ്ടി വരും. ഇത് തിരിച്ചും, ഭർത്താവിന് ജോലി ഇല്ലെങ്കിൽ ഇതുപോലെ തിരിച്ചും വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഫിനാൻസ് കയ്യിലുള്ള ഒരാൾക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു എന്താ പറയുക, ഒരു നട്ടെല്ല് ഉയർത്തി സംസാരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷെ അങ്ങനെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചില വെല്ലുവിളികൾ ഈ പുറത്ത് ജോലിക്ക് പോകുന്നത് വഴിയുമുണ്ട്. അപ്പൊ അതിനെ നമുക്ക് ഏറ്റവും ആരോഗ്യകരമായിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഇവിടെ ഷെയർ ചെയ്ത ചിലര് ഓൾറെഡി അതിനുള്ള ക്ലൂ ഒക്കെ തന്നിട്ടുണ്ട്. എന്നാലും ഞാൻ നമ്മുടെ ടെക്സ്റ്റിന്റെ വെളിച്ചത്തിലും പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടിയും ആഴത്തിലും ഒരു 5 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പുറത്ത് ജോലിക്ക് പോകുമ്പോൾ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ 2 പേരോ പുറത്ത് ജോലിക്ക് പോകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ, വളരെ പ്രത്യേകമായ വെല്ലുവിളി എന്ന് പറയുന്നത്, ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ലൊരു ഊഷ്മളമായ ബന്ധമില്ലെങ്കിൽ 2 പേര് 2 ലോകത്ത് ജീവിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജോലി ചെയ്ത് വെറുതെ ഒരു ATM ആയിട്ട് ഭർത്താവോ ഭാര്യയോ മാറാനുള്ള അവസ്ഥ വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒത്തിരിയേറെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ മറ്റ് പല വിധത്തിലുള്ള അഡിക്ഷൻസ് ഇതൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധം വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ 5 കാര്യങ്ങൾ ചെയ്താൽ ഇഫക്റ്റീവ് ആയിരിക്കുമെന്നാണ് എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എന്നിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, യു ഷുഡ് ഹാവ് എ പ്രയോറിറ്റി. മുൻഗണന എന്താണ്? മുൻഗണന എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ യോജിപ്പുള്ള ചില വാല്യൂസ് വേണം, മൂല്യങ്ങൾ വേണം. നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ആരംഭത്തിൽ നിങ്ങൾ ചർച്ച ചെയ്ത് ഓർക്കുന്നുണ്ടാകും, ഒരു വിവാഹ ബന്ധത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഒരു കോമൺ ഷെയർഡ് ഗോൾ, ലക്ഷ്യവും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള 2 പേരും ഒരുപോലെ പങ്കുവെക്കുന്ന കുറെ മൂല്യങ്ങളുമാണ്. അത് ഇതിനകത്തില്ല എങ്കിൽ ബന്ധം തടയും. മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ സത്യസന്ധത, ഫോർ എക്സാമ്പിൾ, ട്രാൻസ്പെറൻസി, സുതാര്യത, റെസ്പെക്ട് ഒരു മൂല്യമാണ്. ഓക്കെ, ഫൊർഗീവ്നെസ് ഒരു മൂല്യമാണ്. അല്ലെങ്കിൽ യൂണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിയൻ അതൊരു മൂല്യമാണ്. ബോധപൂർവം തന്നെ ഭാര്യ ഭർത്താക്കന്മാര് ഒരുമിച്ച് പങ്കുവെക്കുന്ന, 2 പേരും ഒരുപോലെ ഹോൾഡ് ചെയ്യുന്ന ചില മൂല്യങ്ങളെ ഭാര്യയും ഭർത്താവും ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെന്ന് ഇപ്പൊ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ
നിങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ സക്സസ് എന്തിലായി? നിങ്ങളുടെ വിവാഹ ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലായിരിക്കും നിങ്ങളുടെ ബന്ധം ഒരു വിജയമായിട്ട് നിങ്ങൾ കണക്കാക്കുന്നത്? ഒരു 3 മൂല്യങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യാമോ? 3 എണ്ണം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാവോ പരസ്പരം? ഒന്ന് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് 3 നമ്മുടെ വാല്യൂ. ഒരു ഫ്രണ്ട്ലി ആയിരിക്കണം, ഭാര്യയും ഭർത്താവും അല്ല, ഫ്രണ്ട്ലി നിങ്ങൾ ആയിരിക്കണം. തമ്മിലൊന്ന് ഷെയർ ചെയ്യാൻ, എന്നിട്ട് ഞാൻ ചോദിക്കാം കേട്ടോ. നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കൂ. മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് വെച്ച് സംസാരിക്കണേ. നിങ്ങളുടെ കുടുംബജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട 3 മൂല്യങ്ങൾ, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ അംഗീകരിക്കുന്ന ഏറ്റവും പ്രയോറിറ്റി ഉള്ള 3 മൂല്യങ്ങൾ. ഒരു 5 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെ കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? അതിനകത്ത് എന്തെല്ലാം മൂല്യങ്ങൾ ഉണ്ടാവാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? ആ രീതിയിൽ ചിന്തിച്ചാലും കുഴപ്പമില്ല. 3 എണ്ണം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാമോ? ഓക്കെ, കിട്ടിയെങ്കിൽ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം 3 മൂല്യങ്ങൾ. ആരാണൊന്ന് ഷെയർ ചെയ്യുന്നത്? ലോഗി ചേട്ടൻ, ലോഗി ആൻഡ് മിനി, ഒന്ന് ഷെയർ ചെയ്യാമോ? പരസ്പരം വിശ്വാസം ഉണ്ടായിരിക്കണം. ട്രസ്റ്റ് അല്ലേ? വിശ്വാസം. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. ട്രസ്റ്റ്. പിന്നെ പരസ്പരം പങ്കുവെക്കാനൊക്കെ ഉള്ളൊരു സന്നദ്ധ എപ്പോഴും. പങ്കുവെക്കാന്ന് പറഞ്ഞാൽ എന്ത് പങ്കുവെക്കാനുള്ളതാ? എനിക്ക് എന്തെങ്കിലും കുറവുണ്ടായിരിക്കണമെങ്കിൽ അത് ഇപ്പം ഇനി അഡ്ജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ കുറവുകൾ നികത്താനുള്ള കോംപ്ലിമെന്റാരിറ്റി, അതൊരു വാല്യൂ ആണ്. കോംപ്ലിമെന്റാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര പൂരകങ്ങളായി മാറുക. ചിലപ്പോൾ ഒരാൾക്ക് ചില കുറവുകളുണ്ടാവും, മറ്റൊരാൾക്ക് ചില നല്ല കഴിവുകളുണ്ടാവും. അപ്പൊ അതങ്ങനെ മാച്ച് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഒരാൾക്ക് നല്ല വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, മറ്റൊരാൾക്ക് അത്ര വേഗതയില്ല. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി കോംപ്ലിമെന്റ് ആയിട്ട് വർത്തിക്കും. ഓക്കെ, അത് ഒരു നല്ലൊരു മൂല്യമാണ്. ഓക്കെ, പിന്നെ വേറെ എന്തായിരിക്കും? ഈ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ ഒരു അമ്പർല ടേമാണ്. കുറേയേറെ കാര്യങ്ങൾ അതിനകത്ത് വരും. അതിനകത്ത് എന്തായിരിക്കും സ്നേഹം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്? സ്നേഹം കൊണ്ട് കെയറിങ് ഫോർ എക്സാമ്പിൾ, അതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എൻകറേജിങ് ഫോർ എക്സാമ്പിൾ, ഏതായിട്ട് ഉദ്ദേശിച്ചത്? കെയറിങ്. ഓക്കെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഏറ്റവും അധികം വിലമതിക്കുന്ന 3 കാര്യങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പറയും. 1 പരസ്പര വിശ്വാസം, 2 പരസ്പര പൂരകത്വം, ഓക്കെ, 3 പരസ്പര കെയർ, അല്ലെങ്കിൽ എന്താ നമ്മൾ അതിന് പറയുന്നത്? ഓക്കെ, ഈ 3 കാര്യങ്ങളാണ്. നിങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് ഏക മനസ്സാണ് അതിൽ യോജിക്കേണ്ട മാത്രം അഭിപ്രായമാണോ ഇത്? രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണ്. രണ്ടുപേരും കൂടിയാണ്. അപ്പൊ ശരിക്കും നിങ്ങളുടെ വിവാഹ ജീവിതം വിജയിച്ചു എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴാണല്ലേ? ശരിയല്ലേ? അല്ലേ? ഇപ്പൊ ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുന്നില്ലേ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച്? നിങ്ങളുടെ ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 മൂല്യങ്ങൾ ഇതാണ്. വിവാഹ ജീവിതം വിജയിച്ചു എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഈ 3 കാര്യങ്ങൾ ഞങ്ങൾ പാലിക്കുമ്പോഴാണ്. ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരു മുൻഗണനയുണ്ട്. വേറെ എന്തൊക്കെ വന്നാലും ശരി, ഇതിനകത്തൊരു മുൻഗണനയുണ്ട്. ഓക്കെ, ഈവൻ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി വഴി ലഭിക്കുന്ന നിങ്ങളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഡിഗ്നിറ്റി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടം, ഒരു പക്ഷെ നിങ്ങളുടെ കരിയർ വഴി നിങ്ങൾക്ക് കൈവരിക്കാവുന്ന ഈ സമൂഹത്തിന്റെ അംഗീകാരം, അതിനേക്കാളൊക്കെ നിങ്ങൾ വിലമതിക്കുന്ന 3 കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്. ശരിയല്ലേ? കറക്റ്റ്. ഇപ്പോ ചില പുരുഷന്മാരുണ്ട്, അവർക്ക് വലിയൊരു ക്രേസ് എന്ന് പറയുന്നത് പണസമ്പാദനമാണ്. അപ്പോൾ ബിസിനസ് ആണെങ്കിൽ ഒരു ബിസിനസ് കഴിയുമ്പോൾ അടുത്ത ബിസിനസ്, അപ്പൊ അത് ലാഭം ഉണ്ടാക്കുമ്പോൾ അടുത്ത ബിസിനസ്, അങ്ങനെ ദേ ആർ റണ്ണിങ് ആഫ്റ്റർ മണി, പ്രോഫിറ്റ് മോട്ടീവ്. അത് പണം ഉണ്ടാക്കുന്ന കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, മക്കൾക്ക് വേണ്ടിയിട്ടാണ്, ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്, അതൊക്കെ ശരി തന്നെയാണ്. ബട്ട് ഏറ്റവും ബിഗ്ഗസ്റ്റ് മൂല്യമായിട്ട് കരുതുന്നത് ഈ പണസമ്പാദനമാണ്.
അത് കരുതലാണ്. അങ്ങനെ കരുതി വെക്കുന്നതാണ്, നിക്ഷേപമാണ്, അത് താമസം. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല കണക്കാക്കുന്നത്. ഈ വിശ്വാസവും ഈ പൂരകത്വവും ഈ കെയറിങ്ങും ഒക്കെയാണ് അല്ലേ? ഓക്കെ, ശരി. നിങ്ങൾ മറ്റുള്ള കുടുംബങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലായോ? ഒരു ഫ്രെയിമിങ് യുവർ റിലേഷൻഷിപ്പ് ഇൻ ദ ലൈറ്റ് ഓഫ് certain മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാല്യൂസ്. 3 വാല്യൂ. ഡോൺ എന്താ കിട്ടിയത്? ഡോൺ ആൻഡ് നിഷ. പരസ്പരം സപ്പോർട്ട് ആവുന്ന ഒരു കാര്യം. ഓക്കെ, പിന്തുണയ്ക്കുക. ഓക്കെ, പിന്തുണയ്ക്കുക. കാര്യങ്ങള് ക്ഷമയോടെ കേൾക്കുക എന്നുള്ള ഒരു മനസ്സ്. ലിസണിങ് അല്ലേ? ലിസണിങ്. ലിസണിങ് എന്ന് പറയുന്ന ഒരു ആക്ഷനാണ്, പക്ഷെ അതിന്റെ പുറകിൽ ഒരു കരുതലുണ്ട്. കരുതൽ. ഓക്കെ, പിന്നെ വിശ്വസ്തത. വിശ്വസ്തത, വെരി ഇമ്പോർട്ടൻറ്റ്. ഫെയ്ത്ത്ഫുൾനെസ്. എവിടെ പോയാലും നമ്മൾ ഒന്നാണ് എന്നൊരു ഫീല്. വിശ്വസ്തത. ഓക്കെ അല്ലേ? ഇത് തന്നെയാണോ നിഷയും ഷെയർ ചെയ്യുന്നത്? രണ്ടുപേരുടെ ആലോചിച്ചതല്ലേ? അതെ 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 അതെ. അപ്പൊ നിങ്ങളുടെ വിവാഹ ജീവിതം 5 വർഷം കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ എന്താ പറയാ, അതിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ? ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം വളർന്നു, എന്തുമാത്രം ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇപ്പൊ നിങ്ങളുടെ വിവാഹ ജീവിതത്തിന് ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. നിങ്ങളുടെ വിവാഹത്തിൽ ഏറ്റവും 2 പേരും ഒരുപോലെ പ്രയോറിറ്റി കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിനെ ചില കുടുംബങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റും. ഒരു സെന്റൻസിൽ ഇത് അങ്ങോട്ട് സ്റ്റേറ്റ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രസ്താവനയാക്കി മാറ്റും. അതവർ ഹോൾഡ് ചെയ്യും. അത് അവർ ഹോൾഡ് ചെയ്യും. ആ ഹോൾഡ് ചെയ്യുന്നത് അവർ 2 പേരെ ഐക്യപ്പെടുത്തുന്ന വലിയൊരു ഘടകമാണ്. ഓക്കെ. അപ്പോ നിങ്ങളുടെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോ ഡോണിനോട് ചോദിക്കുകയാണ്. ഡോണെ, ഇപ്പോ ഡോണിന് ശമ്പളം കൂടുതൽ കിട്ടും, പക്ഷെ ഇങ്ങനെ കരുതലിന് കുറവ് വരും. ഏതായിരിക്കും ഡോൺ പ്രിഫർ ചെയ്യാം? ശമ്പളം മാത്രമല്ലല്ലോ, കരുതൽ വേണം. അവിടെയാണ് അല്ല, രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണേ നമുക്ക് കൂടുതൽ സാധ്യതയുള്ളൂ. അപ്പൊ ഏതിന് പ്രിഫർ ചെയ്യും? കരുതൽ തന്നെ എടുക്കുള്ളൂ. കരുതൽ അല്ലേ? നിഷ അങ്ങനെ തന്നെയാണ്. യു വിൽ സ്റ്റാൻഡ് ഫോർ ദാറ്റ്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത്, മുൻഗണന. ഓക്കെ. ഇപ്പൊ ഒരു പക്ഷേ ഇപ്പൊ ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മ അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മ, ഒറ്റ ഒരു സ്ത്രീയെ മാത്രം നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇതുപോലെ ആരാണെങ്കിലും ശരി, ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു എമർജൻസി വന്നു, ഒരു അസുഖം വന്നു, പെട്ടെന്ന് തളർന്നു പോയി, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. സോ someone should be at home to take care of that person. അങ്ങനെ വരുമ്പോൾ ചിലർ വോളണ്ടിയർ ആയിട്ട് കമ്മിറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ജോലിയിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ലീവ് എടുക്കാം. ഓർ ഈവൻ സം പീപ്പിൾ തിങ്ക് അബൌട്ട് റെസിഗ്നേഷൻ ബിക്കോസ് ഫാമിലി ഈസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി. കരിയറൊക്കെ അതിന് ശേഷം അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചിലര്. അതാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന കാര്യം. ഇവിടെ നമുക്കൊരു പ്രയോറിറ്റൈസേഷൻ ഉണ്ടാവും. നമ്മൾ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? ഇൻഡിവിജ്വൽ കരിയറിനും ഫാമിലി ലൈഫും രണ്ട് കാര്യങ്ങളാണ്. കോംപ്ലിമെന്റ് ചെയ്ത് പോകണം. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു കോൺട്രഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ, യു ചൂസ് ഫോർ ഫാമിലി ലൈഫ്. അതിനകത്തുള്ള വാല്യൂസിന് പ്രയോറിറ്റി കൊടുക്കും. ഇതാണ് നമുക്ക് വേണ്ട ഒന്നാമത്തെ ടെക്നിക്ക്. ഇങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇതുപോലെ ഇരുന്ന് ഡിസ്കഷൻ നടത്താം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ചിലപ്പോൾ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും ഒക്കെ ചിലപ്പോൾ സമയമില്ല, ഇങ്ങനത്തെ ചർച്ചയ്ക്ക് പോലും സമയമില്ല. അത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അധ്വാനിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് വേണ്ടിയിട്ടല്ലേ? മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ? പക്ഷെ ആക്ച്വലി ദേ ആർ സാക്രിഫൈസിങ് ദ കോർ എലമെന്റ്. എന്നിട്ട് അവസാനം എന്ത് വരും? മക്കളുടെ വഴിക്കും പോകും, ഭാര്യയുടെ വഴിക്കും. സം പീപ്പിൾ ഈവൻ ഡെവലപ്പ് സം എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്. അതിനിപ്പോൾ വീടിന് ജോലിക്ക് പുറത്തു പോകണമെന്നൊന്നുമില്ല. വീടിനകത്ത് നിന്നിട്ട് ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം മതി ഈ റിലേഷൻഷിപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായി. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പണ്ട് ഇതിനൊന്നും അത്ര സാധ്യതയില്ലായിരുന്നു. കാരണം ഈ മൊബൈലൊന്നും ഇല്ലല്ലോ. കുറച്ചും കൂടിയൊക്കെ സൊസൈറ്റി ഒക്കെ വളരെ അനോണിമസ് അല്ലാത്ത ഒരു സ്ഥിതിയായിരുന്നു. അങ്ങനെ നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സ്ഥിതിയായിരുന്നു. അതൊക്കെ മാറി. മാത്രമല്ല ലിബറൽ സൊസൈറ്റിയായി. സോ ഒരു റിലേഷൻഷിപ്പിനെ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പേരും തമ്മിൽ ഇതുപോലെ അവരുടെ വിവാഹ ജീവിതത്തിൽ പ്രയോറിറ്റി കൊടുക്കുന്ന 3 മൂല്യങ്ങൾ, ഒരുമിച്ച് ഷെയർ ചെയ്യുന്ന 3 മൂല്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ. നമുക്ക് പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല, പക്ഷെ പണമല്ല ഏറ്റവും വലിയ മൂല്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ. ഇതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തത്,
രണ്ടാമത്തെ കാര്യം യഥാർത്ഥത്തിൽ ഇപ്പം നിങ്ങളിൽ ചിലർ പറഞ്ഞു ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ നിങ്ങളോട് ചോദിപ്പിക്കാത്തത് അതായത് രണ്ടുപേരും ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരാൾ ജോലിക്ക് പോവുകയോ ചെയ്യുമ്പോൾ സമയം മാറി നിൽക്കുന്നുണ്ട്. അവൈലബിലിറ്റി കുറവാണ്, ഫിസിക്കൽ അവൈലബിലിറ്റി കുറവാണ്, ടൈം ആൻഡ് സ്പേസിൽ വ്യത്യാസമുണ്ട്. എന്നാൽ അവർ ഒരുമിച്ച് വരുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ നല്ല ഇഫക്റ്റീവായ ആശയവിനിമയ രീതി ഡെവലപ്പ് ചെയ്തെടുക്കുക. ആ ഇഫക്റ്റീവായ ആശയവിനിമയ രീതി എന്ന് പറയുന്നത് രണ്ടുപേരെ തമ്മിൽ ഇമോഷണലി കണക്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഇന്ററാക്ഷൻസ് വേണം. ഭാര്യ വീട്ടിലെ ഹൗസ് വൈഫാണ്, ഭർത്താവ് ജോലി പുറത്താണ് എന്ന് കരുതുക. ഭാര്യ ഭർത്താവിനെ യാത്രയാക്കി വീട്ടിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തു വിടുന്നു. ഭർത്താവ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു മെസ്സേജ്, ഞാനിവിടെ എത്തിയിട്ടോ. ഓക്കെ, ഉച്ചയ്ക്ക് ഭാര്യ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചോ. ഷോർട്ട് മെസ്സേജസ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗം. അതായത് ഡിസ്കണക്റ്റഡ് ആയ രണ്ട് സ്ഥലത്തും നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാം. ഇപ്പൊ നമുക്ക് അതിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ ഫോണൊക്കെ ഉള്ളത് കൊണ്ട് വളരെ എളുപ്പമാണ്. ഈ ഫോൺ ഇല്ലാതിരുന്ന കാലത്ത് ഒരു ഭാര്യ ഭർത്താവ് ചെയ്തിരുന്നതായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഭർത്താവിന് ഭാര്യ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുമ്പോൾ ആ ചോറ്റുപാത്രത്തിന്റെ മീതെ ഒരു പേപ്പർ വെച്ചു. ആ പേപ്പറിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം എഴുതിയിട്ടുണ്ടാവും. അത് ആ ഭാര്യ റെഗുലറായിട്ട് ചെയ്യണ പണിയാണ്. ആ ഭാര്യയുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കണം. ഇതൊക്കെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള കാര്യങ്ങളാണ്. ഇതുപോലത്തെ എത്രയോ കാര്യങ്ങൾ ചെയ്യാം നമുക്ക്. അപ്പൊ രണ്ടുപേര് രണ്ട് സ്ഥലത്ത് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കുകയാണ്. ആ സമയത്ത് കോൺഷ്യസ്ലി ദേ ഡെവലപ്പ് സർട്ടൻ വാട്ട് വി കോൾ കമ്മ്യൂണിക്കേഷൻ. ഷോർട്ട് മെസ്സേജസ് ആയിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ നേരത്തെ ഇവിടെ ഡോൺ പറഞ്ഞു ഭർത്താവ് ജോലി കഴിഞ്ഞ് വരാൻ വേണ്ടി ഭാര്യ വെയിറ്റ് ചെയ്യണമെന്ന്. ഒരുപക്ഷെ എനിക്കറിയില്ല, ദേ ഷെയർ മീൽസ്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ഓക്കെ, അപ്പോൾ ചില വീടുകളിലൊക്കെ അങ്ങനെയുണ്ട്. ആരും ജോലിക്ക് പുറത്തൊക്കെ പോയാൽ ശരി ഒരു നേരം ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അതും ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു മാർഗമാണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നല്ല കമ്മ്യൂണിക്കേഷൻ നിലനിർത്താനുള്ള ഒരു പ്രത്യേകമായ പരിശ്രമം ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം സ്ട്രെസ് ഉണ്ടാവും ജോലിയുടെ ഭാഗമായിട്ട്. ഈ സ്ട്രെസ് നമുക്ക് തുറന്ന് പറയാൻ കഴിയാം. ഒരാൾ ഊഹിക്കാൻ പറ്റൂലല്ലോ. അതും കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. നമുക്കൊരു സ്ട്രെസ് ഉണ്ടായി, ആ സ്ട്രെസ് ഒന്ന് തുറന്ന് പറയുക. ഇന്ന് ജോലി സ്ഥലത്ത് എൻ്റെ ഭാഗത്ത് ഒരു ഫെയിലിയർ വന്നു, എൻ്റെ ലീഡർ അല്ലെങ്കിൽ എൻ്റെ മുകളിലുള്ള ആള് എന്നെ ഫയർ ചെയ്തു എന്ന് ഭർത്താവിന് വീട്ടിൽ ഭാര്യയോട് വന്ന് പറയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ. ഓക്കെ, അതങ്ങനെ പറയുമ്പോൾ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ പ്രതികരണം? ഓക്കെ, ഇന്ന് ഒരു ബുദ്ധിമുട്ടുള്ള ദിവസമായിരുന്നല്ലേ, മനസ്സായ സങ്കടമായല്ലേ, അല്ലാതെ മുമ്പിലേക്കൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ എന്ന് കേൾക്കുന്ന, എമ്പതറ്റിക് ആയിട്ട് കേൾക്കുന്ന, ആക്റ്റീവായിട്ട് കേൾക്കുന്ന ഒരു ഭാര്യ, നല്ല ബന്ധം. ആ സമയം ഭർത്താവ് വന്നിട്ട് പറയാണ്, ഇന്ന് ജോലി സ്ഥലത്ത് പ്രശ്നമുണ്ടായി, ഇങ്ങനെ എൻ്റെ ലീഡർ ഫയർ ചെയ്തെന്ന് പറയുമ്പോൾ ഭാര്യ, ഞാൻ തന്നോട് അന്നേ പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യണ്ടെന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആവും. ഓക്കെ, പിന്നെ ചില ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ഭാര്യമാരോ ഇനിയിപ്പോൾ ജോലി സ്ഥലത്തെ സ്ട്രെസ് വീട്ടിലൊന്ന് പറയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചില പറയാതിരിക്കും. പക്ഷെ ഉള്ളിൽ സ്ട്രെസ് ഉണ്ട്. ഇത് അറിയാൻ പാടില്ലാത്ത ജീവിത സംഖ്യ അല്ലെങ്കിൽ മക്കള് ചിലപ്പോൾ ഇത് മനസ്സിലാക്കാതെ തന്നെ പ്രതികരിച്ചെന്ന് വരും. അപ്പം നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടും. ചിലപ്പോൾ ഒരു സാധനം മേടിക്കാൻ മറന്നുപോയി, 2-3 വട്ടമായി പറയുന്നു, ഭർത്താവ് മറന്നുപോയി. തീർച്ചയായിട്ടും ഇന്ന് മേടിക്കുമെന്ന് ഭർത്താവ് കരുതിയതാണ്. പക്ഷേ ജോലിയിലുണ്ടായ ചെറിയൊരു പിഴവിന്റെ വിഷമം കാരണം അത് മേടിക്കാൻ വിട്ടുപോയി. ഇത് തുറന്ന് പറയാതിരിക്കുന്ന ഒരു ഭർത്താവിനോട് ഭാര്യ വളരെ മോശമായിട്ട് പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. കാരണം 3 ദിവസമായിട്ട് മറന്നു പോകാം. അപ്പൊ ഒരു തുറന്ന സംഭാഷണം എപ്പോഴും ഈ രണ്ട് ഇടത്തായിരിക്കുന്നവരെ തമ്മിൽ കണക്ട് ചെയ്യും. അത് ഷോർട്ട് മെസ്സേജസ് ആയിട്ടോ, അവരുടെ സ്ട്രെസ് തുറന്ന് പറയുന്നതായിട്ടോ, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്നതായിട്ടോ കേൾക്കുന്നതായിട്ടോ വരുമ്പോൾ ഇത് സംഭവിക്കും. അതുകൊണ്ട് രണ്ടാമതായിട്ട് നമുക്ക് പരിശീലിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇസ് ആൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ.
ഇത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? കാരണം നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് സെഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം എക്സ്പ്ലനേഷനിലേക്ക് പോകാത്തത്. ഇനി മൂന്നാമത്തെ കാര്യമുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട്. കാരണം അതിർവരമ്പ് വെക്കണം. അതിർവരമ്പ് വെക്കണം. ഒരു അതിര് വേണം. ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഒരു സ്ഥലത്ത് ജോലിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ അല്ലെങ്കിൽ കൂട്ടുകെട്ടുകൾ ഇതൊക്കെയുണ്ട്. മറുവശത്ത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, കുടുംബം, മക്കള്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് ഈ ജോലി സ്ഥലത്തുള്ള അത് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ടൈമിലേക്ക് ഒതുക്കണം. ടൈമിലേക്ക് അല്ലേ? ഇപ്പോ ഞാൻ ചോദിക്കുകയാണ്, ജിനോയി മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? പറഞ്ഞു. ഓക്കെ. ജിനോയുടെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാല് ജിനോ ജോലിക്ക് പുറത്ത് പോവാണല്ലോ. ഈ ജിനോയുടെ ഏറ്റവും ക്രിയേറ്റീവ് ആയുള്ള ടൈം എവിടെയാണ് ഉപയോഗിക്കുന്നത്? ക്രിയേറ്റീവ് ആയിട്ടുള്ള ടൈം ജോലി സ്ഥലത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ജിനോയെ, നമുക്ക് ജോലി എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ നമ്മുടെ ക്രിയേറ്റീവായ ടൈം നമ്മൾ ജോലി സ്ഥലത്ത് ഉപയോഗിക്കണം. എന്നിട്ട് പിന്നെ അവശേഷിക്കുന്ന അത്ര ക്രിയേറ്റീവ് അല്ലാത്ത സമയമാണ് ഭാര്യയുമായിട്ട് പങ്കുവയ്ക്കണം. അത് അത്ര ആരോഗ്യകരമല്ല. ഒരു ദിവസത്തെ മോസ്റ്റ് ക്രിയേറ്റീവ് ടൈം ജീവിതസഖിയുമായിട്ട് പങ്കുവെക്കുന്നതാണ് കറക്റ്റ്. അതാണ് ബൗണ്ടറി. പക്ഷെ അതിനകത്ത് ഒരു ഇതുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇവള് വൈകുന്നേരം 6 മണി വരെ വേറെ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. വേറെ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ജോലി ചെയ്യുന്ന സ്ഥലത്ത്. ഞാൻ രാവിലെ തുടങ്ങിയപ്പോ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നൈറ്റ് ഒരു വൈകി ജോലി ഉണ്ടാവും. അപ്പൊ എന്റെ 6 മണി ഇവളുടെ ജോലി കഴിഞ്ഞിട്ട് ഇവള് വീട്ടില് വന്ന് വീട്ടിലെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിള്ളേര് എന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇവളും ഷോപ്പിലേക്ക് വരും. പിന്നെ ഞങ്ങള് 10 മണി 11 മണി വരെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. ആ സമയത്ത് നമുക്ക് ഏറ്റവും ക്രിയേറ്റീവ് ആക്കി മാറ്റണം. അപ്പൊ എന്നെ പണിയിൽ അവൾ സഹായിക്കും. പിന്നെ അപ്പൊ ഈ പറഞ്ഞ മാതിരി അവിടെ ജോലി സ്ഥലത്തുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നമ്മൾ അറിയും. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ജോലി സമയത്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ അച്ഛൻ പറഞ്ഞ തന്നെ നമ്മള് മെസ്സേജ് വിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ചോദിക്കുക പറയുക ചെയ്യുന്നുണ്ടാവും. ചോറുണ്ടായിരിക്കുമ്പോഴായാലും. ഇവൾക്ക് പിന്നെ ഇവളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും റഷ് ആയിരിക്കില്ല. ചില സമയത്താണ് തിരക്കുണ്ടാവുള്ളൂ. ആരെന്തെങ്കിലൊക്കെ ഇടയ്ക്ക് പറയും, ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാനും അങ്ങനെ പറയും. പിന്നെ അങ്ങനെയാണ്. വൈകുന്നേരങ്ങളിൽ മിക്കവാറും ചിലപ്പോൾ ഒരുമിച്ചുണ്ടാവും. ഒരു 6 മണി തുടങ്ങിയിട്ട് ഞങ്ങൾ ഒരു 10 മണി വരെ ഒരുമിച്ച് തന്നെ എന്റെ വർക്ക്ഷോപ്പാണ്, ആ ഷോപ്പിലുണ്ടാവും. അപ്പൊ നമ്മുടെ ഇൻ പ്രിൻസിപ്പിൾ നമ്മളുടെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാല് ഏറ്റവും നല്ല ക്രിയേറ്റീവ് ടൈം നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നതാണ് പ്രയോറിറ്റി. അതാണ് ബൗണ്ടറി എന്ന് പറയുന്നത്. ജോലി സ്ഥലത്തൊക്കെ നമ്മൾ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ അതിനേക്കാൾ ക്രിയേറ്റീവ് ആയിരിക്കണം വീട്ടിൽ വരുമ്പോൾ. അതല്ലാതെ ജോലിയൊക്കെ ചെയ്ത് തളർന്ന് കുത്തി അവശതയായിട്ട് വീട്ടിൽ വന്ന് എന്താ പറയുക, ഒന്നിലും ഒരു ഇൻട്രസ്റ്റും ഇല്ല, വെറുതെ TV ഓണാക്കി വെച്ച് മൊബൈൽ ഓണാക്കി വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചാരി കിടന്നു, പിന്നെ അങ്ങനെയാണ് കിടന്നുറങ്ങിപ്പോയി. രാവിലെ എഴുന്നിട്ട് വീണ്ടും ജോലിക്ക് പോയി. ദിസ് ഈസ് നോട്ട് ഗുഡ്. അത് ഹെൽത്തി അല്ല. നമ്മുടെ ഒരു ദിവസത്തെ ക്രിയേറ്റീവ് ടൈം നമ്മുടെ പാർട്ട്ണറുമായിട്ടും നമ്മുടെ കുടുംബവുമായിട്ട് ചെലവഴിക്കാൻ കഴിയുന്ന വിധത്തിലൊരു ഓർഡറിങ് നമുക്ക് വേണം. അതിനാണ് ചില കാര്യങ്ങൾ നമ്മൾ ഓവർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ജോലിയുടെ പ്രത്യേക നേച്ചർ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വെച്ച് ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപ കൂടുതൽ കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ അഡ്വാൻറ്റേജ് കിട്ടുമായിരിക്കാം. പക്ഷെ അതിന് നമ്മൾ ബാലൻസ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂ സിസ്റ്റവുമായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യണം. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം, കപ്പിൾ ഇന്ററാക്ഷനിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള സമയം നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് ചിലരുണ്ട് ജോലി ഒരിക്കലും വീട്ടിൽ വന്നിട്ട് ചെയ്യില്ല. വീട്ടിൽ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഓഫീസിൽ. കഴിഞ്ഞ ദിവസം ഞാനൊരു അഡ്വക്കേറ്റിനെ വിളിച്ചു. ഒരു 8:30 സമയത്താണ് ഞാൻ വിളിക്കുന്നത്, എനിക്കൊരു ലീഗൽ അഡ്വൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഞാൻ നാളെ രാവിലെ 9 മണിക്ക് ശേഷം ഉത്തരം തന്നാൽ മതിയോ? കാരണം ബൈ പ്രിൻസിപ്പിൾ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ എൻ്റെ ഓഫീസ് ഒരു 6-6:30 ആകുമ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യും. ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ എനിക്ക് ഈ ലീഗൽ ലോകത്തിരിക്കുന്നത് ഇഷ്ടമല്ല. സോ ഐ ഡോണ്ട് സ്പെൻഡ് ടൈം ഫോർ ദാറ്റ്. അപ്പൊ അച്ഛനിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് എനിക്ക് ചില കാര്യങ്ങൾ റെഫർ ചെയ്യാനുണ്ട്, ഒന്ന് എഴുതാനുണ്ട്.
അത് ഞാൻ നാളെ 9 മണിക്ക് ശേഷം തന്നാൽ മതിയോ? ദാറ്റ്സ് എ ഹെൽത്തി വേ ഓഫ് ഡൂയിങ്. ഓക്കെ, വി സെപ്പറേറ്റ് ടൈം. നമുക്ക് ജോലിക്ക് ടൈം വേണം, വീട്ടിലും സമയം വേണം. അതിന് ബൗണ്ട് ഒരു അതിര് വെക്കണം. അല്ലാതെ അതിരില്ലാതെ കൂടി കുഴഞ്ഞ് കിടക്കരുത്, അല്ലേ? ഇപ്പൊ എന്താ പറയാ, ഡോണിന് ഒരു ഫോൺ വന്നു ജോലി സ്ഥലത്തുണ്ട്, നിഷയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഡോൺ ഫോൺ എടുത്ത് സംസാരിച്ച് ആ വഴിക്ക് പോയി. നിഷ ഇവിടെ ഒരു വശമൊക്കെ ഓക്കെ കേട്ടോ, പക്ഷെ പലവട്ടം അങ്ങനെ ആയി കഴിഞ്ഞാലോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുറയും. ആ സമയം നമ്മളിപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ഫോണാണ് വന്നിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ആൻ എമർജൻസി കോൾ, നമ്മൾ അവരോട് പറയുക വി വിൽ കോൾ യു ബാക്ക് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ പ്രയോറിറ്റി. അതാണ് ആ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്. ടൈമിലും സ്പേസിലും, അതായത് സ്ഥലത്തും കാലത്തിലും. കാലം എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ ഇത്ര മണിക്കൂർ നമ്മൾ ജോലി ചെയ്യും, ബാക്കി സമയം ഇറ്റ് ഈസ് ഫോർ ഫാമിലി. ഇപ്പൊ ചിലരുണ്ട് സൺഡേ എപ്പോഴും കുടുംബത്തോടു കൂടി ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ബാക്കി 6 ദിവസം ജോലി ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഐ വാണ്ട് ടു സ്പെയർ മൈ ടൈം വിത്ത് മൈ ഫാമിലി, സോ ഐ ഡോണ്ട് ഗോ ഫോർ എനി അതർ ജോബ്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതാണ് ടൈമും. അതുപോലെ തന്നെ ഇടം. ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലര് വീട്ടില് എന്താ പറയാ, അടുക്കളയെ പോലും അല്ലെങ്കിൽ ഊട്ടുമേശയെ പോലും ജോലി സ്ഥലമാക്കി മാറ്റും. ദാറ്റ്സ് നോട്ട് ഗുഡ്. കാരണം അപ്പം എന്ത് പറ്റും, കൂടി കൊഴിഞ്ഞ് കിടക്കണം. മറിച്ച് സ്പേസും അതുപോലെ തന്നെ കാലവും നമുക്ക് ഒരേ എന്താ പറയുക, ജോലിയുടെ ജോലി അല്ലെങ്കിൽ കുടുംബത്തിന്റെ കുടുംബം, അങ്ങനെ വേർതിരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു സ്പേസിങ് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോഴാണ് നമുക്കൊരു ക്രിയേറ്റീവായുള്ള ടൈം നമുക്ക് കുടുംബത്തിന് കൊടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റീവായ ടൈം ജോലി ചെയ്തു, ബാക്കി ലെഫ്റ്റ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ, അവശേഷിക്കുന്ന സമയം ക്ഷീണിതമായ സമയമാണ്. ആ സമയം നമ്മൾ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യവും അസ്വസ്ഥതയും ആകെ അതൃപ്തിയുമായി. അത് ഗ്രാജുവലി നമ്മുടെ ബന്ധത്തെ നഷ്ടപ്പെടുത്തിക്കളയും. കാര്യം നമ്മൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിലും ശരി, പിന്നീട് അത് ദോഷകരമായിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് ക്ലിയറിറ്റി ഒന്നുമില്ലേ, ബൗണ്ടറി സെറ്റിംഗ്? ഓക്കെ, ദെൻ 4ാമത്തെ കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഒരു കപ്പിൾ സൂചിപ്പിച്ചു, അതായത് മ്യൂച്വൽ റെസ്പെക്ട്. ശരിക്കും രണ്ടിടത്ത് ആയിരിക്കുന്ന വ്യക്തികൾ തമ്മിൽ നല്ല ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ബഹുമാനം പല വിധത്തിൽ വേണം. ഒന്ന്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷെയറിങ് ഹൗസ് ഹോൾഡ് ജോബ്സ്. നമ്മുടെ വീട്ടിലെ ജോലികളുണ്ടല്ലോ, അത് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ ഷിൻസി പറഞ്ഞു, ജിനോയി വീട്ടിലെ ജോലികൾ ഷെയർ ചെയ്യുമ്പോൾ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആണത്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടിടങ്ങളിലായിരിക്കുമ്പോൾ രണ്ടുപേർക്കും 2 ടൈപ്പ് ഓഫ് ജോലിയാണ്, സമയം അങ്ങ് വ്യത്യാസമാണ്. പക്ഷേ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഷെയർ. ഇനിയിപ്പോൾ ചില ഭാര്യമാർ പറയാറുണ്ട്, ഇനി ഷെയർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, അതൊന്നും അനിയത്തോന്നൊന്നും ഇരുന്നാൽ മതിയായിരുന്നു. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടു, ഈ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്തെല്ലാം രാസപദാർത്ഥങ്ങളാണ് തലച്ചോറ് ഉത്പാദിപ്പിക്കുന്നത്, അതെങ്ങനെ നമ്മൾ ബോണ്ട് ചെയ്യണമെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് ഒരു മൊഡ്യൂളിൽ കണ്ടതാണ്. അത് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ്. അങ്ങനെ ഷെയർഡ് ജോബ്സ് വേണം. പിന്നെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായി ചെയ്യുന്ന, ഇപ്പൊ 2 പേരും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഈ ഭാര്യ ഭർത്താവ് സ്ഥിരമായി ചെയ്യുന്ന ചില റുട്ടീൻ ജോബ്സ് ഉണ്ട്. ഇപ്പൊ മക്കളുടെ കാര്യം ഒരാൾ നോക്കുന്നു, ഷോപ്പിംഗ് മറ്റൊരാൾ ചെയ്യുന്ന. ഇതിനെ കുറിച്ച് പറയുന്നത് ഇടയ്ക്ക് ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്യണം. ട്വിസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ മാറി ചെയ്യണം. ഒരു ദിവസം ഭാര്യ ഷോപ്പിംഗ് പോകട്ടെ, ഒരു ദിവസം ഭർത്താവ് വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കട്ടെ. അപ്പൊ എന്താ ഗുണമെന്ന് അറിയാമോ? 2 പേർക്കും 2 കാര്യങ്ങളുടെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കാം. മനസ്സിലായി? അതിൽ ചില ഭർത്താക്കന്മാർ പറയും, നിനക്കിപ്പോഴും എന്നിട്ട് പണി. ആഹാ, കൊള്ളാം, ഒരു ദിവസം അയാൾ നിൽക്കട്ടെ, അല്ലേ? ഭാര്യ പോയി ഷോപ്പിംഗ് നടത്തുന്നത്, അപ്പൊ ഷോപ്പിംഗ് നടത്തുന്ന ബുദ്ധിമുട്ട് ഭാര്യയ്ക്ക് മനസ്സിലാവും, ഭർത്താവിന് വീട്ടിൽ നിൽക്കുന്നതിന്റെ കാര്യം മനസ്സിലാവും. അപ്പൊ അങ്ങനെ മ്യൂച്വലി റെസ്പെക്ട് ചെയ്യാം. അത് നിങ്ങൾ തമ്മിൽ എഗ്രി ചെയ്താൽ മതി. ഈ ആഴ്ചയിൽ ഒരു ദിവസം നോക്കുന്ന ജോലികൾ മാറി ചെയ്യാട്ടോ എന്ന് വന്നാൽ തന്നെ നമുക്ക് ഒത്തിരിയേറെ നല്ല മനസ്സിലാക്കലുണ്ടാവും. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഒരിക്കലും ഒരു ജോലിയും എന്താ പറയുക ഒരു ജെൻഡറിനും വേണ്ടി മാത്രമായിട്ട് വെച്ചിട്ടില്ല കേട്ടോ. പണ്ടൊക്കെ നമ്മൾ കരുതിയിരുന്നു മക്കളെ കുളിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഭാര്യയുടെയാണ്. പക്ഷെ ഇന്ന് പല ഭർത്താക്കന്മാർ സ്വന്തമായിട്ട് കുളിപ്പിക്കുന്നില്ല, ഒരു പ്രശ്നമില്ല. ഡയപ്പർ മാറ്റുന്നില്ല, അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതൊക്കെ കൾച്ചറലി നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒത്തിരിയേറെ. ജെൻഡർ റോൾസ് അതിങ്ങനെ സ്വാപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. അതോടൊപ്പം തന്നെ ഈ ജോലി പങ്കുവെക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയില്ല, പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരാൾക്ക് ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരു പ്രൊമോഷൻ കിട്ടിയെന്ന് കരുതില്ല, അയാൾ എന്ത് ചെയ്യണം? വീട്ടിൽ വന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് ഭാര്യയ്ക്ക് കൊടുക്കണം.
തിരിച്ച് ഭാര്യ ഭർത്താവിനും കൊടുക്കണം. ആൽബർട്ട്, ഞാനൊരു മീറ്റിങ്ങിലാണുള്ളത്, എനിക്ക് മതിയാ 10 മണിക്ക് അവിടെ വെച്ചാൽ മതി, ഞാൻ എടുത്തോളാം കേട്ടോ. മതി. അപ്പോ ഈ പറഞ്ഞ രീതിയിൽ ഒരാൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ്, ഭർത്താവിനാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിലും ശരി, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ അഭിനന്ദിക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പക്ഷെ ഭാര്യ ജോലിക്ക് പോകുന്നു, വീട്ടിലെ കാര്യങ്ങളും ചെയ്യുന്നു. അതൊരു ഡബിൾ ജോബാണ്. പല സ്ത്രീകളും ഇന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് യു ആർ ഡൂയിങ് സംതിങ് ഗ്രേറ്റ്. എനിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പലപ്പോഴും ജോലി കഴിഞ്ഞ് വന്നാൽ എവിടെയും തളർന്ന് ഇരുന്നാൽ മതി എന്ന് എൻ്റെ തോന്നല്. പക്ഷെ നീ വീട്ടിൽ വന്നിട്ട് വീണ്ടും എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നത്. ആക്ച്വലി ഐ അഡ്മയർ യു എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ബന്ധം വളരും. അതാണ് ഈ മ്യൂച്വൽ റെസ്പെക്ട് നമ്മൾ പറയുന്നത്. ഷെയറിങ് ജോബ്സ് ആൻഡ് ഓൾസോ റെസ്പെക്റ്റിംഗ് ഈച്ച് അതർ, അപ്രീഷിയേറ്റിംഗ് ഈച്ച് അതർ, ഇതെല്ലാം ആ മേഖലയിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 4ാമത്തെ കാര്യം, ജോലിയും പങ്കുവെക്കുക, പരസ്പരം ബഹുമാനിക്കുക. ദെൻ ലാസ്റ്റ് ആയിട്ടുള്ള എനിക്ക് തോന്നിയ ഒരു കാര്യം, ശരിക്കും നന്നായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കണക്ഷൻ നർച്ചർ ചെയ്യണം ഭാര്യ ഭർത്താക്കന്മാർ. പ്രത്യേകിച്ച് ജോലിയുടെ ഭാഗമായി 2 ഇടങ്ങളിലായിരിക്കണം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇപ്രകാരം പറയാം. അതായത് ശരിക്കും സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതാണല്ലോ ബന്ധം വളരാൻ ഏറ്റവും നല്ലത്. നർച്ചർ ചെയ്യാനായിട്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. അതിന് ഇന്റൻഷണൽ ലവിങ് മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പൊ ചില ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ജോലിക്ക് പോകുന്നു. അതിന്റെ ഭാഗമായി തന്നെ അവർക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ട്, വീട്ടിൽ സമയം ചെലവഴിക്കുന്നത് കുറവുണ്ട്. ബട്ട് വീക്കെൻഡിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് പുറത്ത് പോയിട്ട് ഒരു ചായ കുടിച്ച് കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറയും. രണ്ടുപേരും ഒരുമിച്ച്. ഇപ്പൊ എനിക്കറിയാം, നമ്മുടെ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എഡിറ്റർ, അദ്ദേഹം ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവായിട്ട് നൈറ്റ് ഡ്രൈവാണ്. കൊച്ചിയിലാണ് താമസിക്കുന്നത്. സോ എവരി വീക്ക് കുട്ടികളെ ഉറക്കി കിടത്തിയിട്ട് ഇവർ രണ്ടുപേരും കൂടി ബൈക്ക് എടുത്തിട്ട് രണ്ടുപേരും കൂടി ഒന്ന് കറങ്ങി, എന്നിട്ട് അവിടെ ഒരു കോഫി കോർണറിൽ കയറിയിട്ട് ഒരു കോഫിയൊക്കെ കഴിച്ച് കുറച്ചേറെ വർത്താനൊക്കെ പറഞ്ഞ് റിലാക്സ് ചെയ്തിട്ട് നർച്ചറിങ് ദെയർ റിലേഷൻഷിപ്പ്. അത് ഇന്റൻഷണൽ ആയിട്ട് ചെയ്യുന്നതാണ്, അല്ലാണ്ട് താനെ വരുന്നതല്ലത്. ബോധപൂർവം തന്നെ അതുപോലത്തെ ചില മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ, രണ്ടിടത്ത് ജോലിയുടെ ഭാഗമായിട്ടായിരിക്കുന്ന നിങ്ങൾ റിലേഷൻഷിപ്പിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഒരു ഇന്റൻഷണൽ കണക്ഷൻ മൊമെന്റ് നമുക്ക് അതിന് വിളിക്കാം. ബോധപൂർവം തന്നെ കണക്ട് ചെയ്യുന്ന ഒരു മൊമെന്റ്. അപ്പോൾ ഉണ്ടോന്ന് ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്താ ആരുടെയും എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ? ഞങ്ങൾ ചെയ്യാറുണ്ട്. ഒന്ന് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു. ഞങ്ങള് എന്തെങ്കിലും ചിലപ്പോൾ തന്നെ നമുക്ക് കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ചെറിയൊരു വിഷമം തോന്നുകയോ അല്ലെങ്കിൽ മാനസികമായിട്ട് ആരെങ്കിലും ഒന്ന് വേദനിപ്പിക്കുകയോ മനസ്സ് ഡള്ളായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ചേട്ടനും കൂടി ഒന്ന് പുറത്തു പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി വരും. അപ്പോഴേക്കും മനസ്സ് നല്ല ചേഞ്ച് ആവും. പിന്നെ നമുക്ക് ഒരു പുതിയ ഊർജം കിട്ടിയ പോലെയാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങള് രാത്രി കട അടയ്ക്കുന്ന സമയത്ത് ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വരും. ഒരു 6 മണിക്ക് 6:30 ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്ന് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഷോപ്പ് അടച്ച് തൊട്ട് താഴെയുള്ള ഒരു കോഫി ഷോപ്പിൽ പോയി കോഫി കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് വരുന്നത്. അതൊരു ഭയങ്കര എൻജോയ്മെന്റ് ആണത്. ഇതാണ് നമുക്ക് വേണ്ടത്. അതായത് അങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പ് നർച്ചർ ചെയ്യുന്ന, ഇന്റൻഷണൽ ആയിട്ട് ബോധപൂർവം തന്നെ ചെയ്യുന്ന കണക്റ്റിംഗ് പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യും. അത് ഒരു ഇവന്റ് ഒരാഴ്ച തന്നെ ഇത് വേണം. ഡെയിലി ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഇതിനകത്ത് ഈ പറഞ്ഞ ഇവന്റ് മാത്രമല്ല കേട്ടോ, രണ്ടുപേരുടെ ഒരുമിച്ച് ഒരു പ്രയർ ചെയ്യുന്നു. പക്ഷേ ഇന്റൻഷണൽ മൊമെന്റ്, കണക്റ്റിംഗ് മൊമെന്റ് ആണ് പ്രയർ. അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു റിക്രിയേഷൻ, സംതിങ്, ഒരു എന്താ പറയുക, എന്തെങ്കിലും കളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റിക്രിയേഷൻ, ഉല്ലാസങ്ങളിൽ ഏർപ്പെടുന്നു, സംതിങ് ലൈക്ക് ദാറ്റ്. അത് ഇന്റൻഷനലി നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ആഴപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ഇടങ്ങളിൽ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ ബാച്ചിലറായിട്ടോ ഒന്നും വ്യാപരിക്കരുത്. വി ഷുഡ് ഗിവ് ദ ഇംപ്രഷൻ ദാറ്റ് ഐ ആം കമ്മിറ്റഡ് ടു സംവൺ. എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്കൊരു ഭർത്താവുണ്ട്. ആ ഒരു ഇംപ്രഷനാണ് എപ്പോഴും നൽകേണ്ടത്. അപ്പൊ അതിന് നേരത്തെ ഇവിടെ ആര് സൂചിപ്പിച്ച പോലെ തന്നെ
രണ്ട് കൂട്ടരെയും പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇപ്പൊ പല കമ്പനികൾക്കും ടൂറൊക്കെ പോകുമ്പോൾ പാർട്ട്ണറെയും കൂടി കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാം. അതല്ലാതെ ഭർത്താവ് മാത്രം അങ്ങനെ പോകുന്നതിന് പകരം രണ്ടുപേരും കൂടി അങ്ങനെ ഒരുമിച്ച് ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്ന രണ്ടുപേരുടെയും ജോലി ഇടങ്ങളുണ്ടെങ്കിൽ ആ ദിവസത്തിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ബൗണ്ടറിയിൽ വരുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു വിവാഹിതനാണെങ്കിൽ വിവാഹിതയാണെങ്കിൽ ബിഹേവ് ചെയ്യുന്ന ചില പരിമിതികൾ, ചില ബൗണ്ടറി നമ്മൾ വെക്കൂലോ. ഇപ്പൊ നമ്മൾ മറ്റു ഓപ്പോസിറ്റ് സെക്ടറുകളോട് ഇടപെടുന്നതായിട്ടാണെങ്കിലും ശരി, ജോലി സ്ഥലത്താണെങ്കിലും ശരി, നമ്മൾ അതിൻ്റെതായ ഒരു ഡെക്കോറം കീപ്പ് ചെയ്യും. അതൊക്കെ ആ മ്യൂച്വൽ റെസ്പെക്റ്റിന്റെ ഭാഗമാണത്. പിന്നെ നമ്മൾ വിവാഹിതരാണെന്നും വിവാഹം കഴിച്ചതിന്റെ കമ്മിറ്റ്മെന്റിന്റെ അടയാളമായിട്ടൊക്കെ ചില കാര്യം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്ന് മോതിരാണ്, രണ്ട് താലിയാണ്. ഇതൊക്കെ പ്രത്യക്ഷത്തിലുള്ള ചില സയൻസാണ്. അതൊക്കെ ഉള്ളത് നല്ലതാണ്. അങ്ങനെ നമ്മൾ വി എക്സ്പ്രസ് അവേഴ്സസ് ദാറ്റ് ഐ ആം എ മാരീഡ് പേഴ്സൺ ആൻഡ് ഐ ഹാവ് എ കമ്മിറ്റ്മെന്റ് പ്രൈമർലി ടു എ പർട്ടിക്കുലർ പേഴ്സൺ. സോ ആ ഡിഗ്നിറ്റി, ആ റെസ്പെക്ട് നിങ്ങൾ ഗെയിൻ ചെയ്യണം ജോലി സ്ഥലത്ത്. അപ്പോഴാണ് ആരോഗ്യകരമായ ബന്ധം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ദീസ് ആർ ദ 5 മെത്തേഡ്സ് ദാറ്റ് ഐ വാണ്ട് ടു ഷെയർ വിത്ത് യു. നിങ്ങൾക്ക് എന്തെങ്കിലും കോംപ്ലിമെന്റ് ചെയ്യാനായിട്ടുണ്ടാവും എനിക്കറിയാം. എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ചെയ്ത ചില കാര്യങ്ങൾ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഫാമിലിയില് കൂടുതലും ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം, ഹസ്ബൻഡിനും വൈഫിനും. ഉം. പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു ഫാമിലി നമുക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എത്ര സ്നേഹത്തോടെ പോയാലും ചിലപ്പോൾ അവിചാരിതമായിട്ട് പല പ്രശ്നങ്ങളും ലൈഫിലേക്ക് കയറി വരാം. നമ്മൾ Yeah. വിചാരിക്കാത്ത സംഭവങ്ങൾ വരാം. അപ്പൊ അതിനെല്ലാം ഓവർകം ചെയ്ത് ഏത് പ്രശ്നങ്ങളിലും ഒന്നിച്ച് നിൽക്കും എന്നുള്ള ഒരു ധാരണയുള്ള ഫാമിലിയാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. Correct. എപ്പോഴും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ചില സമയങ്ങളിൽ നമുക്ക് സാധിക്കാറില്ല. അപ്പോൾ നമ്മൾക്കൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യും, ക്ഷമിക്കും, അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നോക്കും. അതുകൊണ്ടാണ് ധാരണ വേണം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ മ്യൂച്വലി ഷെയർഡ് ആയിട്ടുള്ള വാല്യൂ. രണ്ടുപേരും ഒരുപോലെ അംഗീകരിക്കുന്ന, രണ്ടുപേരും ധാരണയുള്ള മൂല്യങ്ങൾ തന്നെ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ തകർന്ന് തരിപ്പണവും. നിങ്ങൾക്കറിയാലോ, ഒത്തിരി റിലേഷൻഷിപ്പ് നന്നായി തുടങ്ങിയിട്ടൊക്കെ പിന്നീട് വളരെയേറെ അപകടത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. ബിക്കോസ് ഓഫ് എന്താ പറയാ, ഈ ധാരണ ഇല്ലാത്തതിന്റെ പേരിൽ. നമ്മുടെ ചുറ്റിലും ഒത്തിരിയേറെ കുടുംബങ്ങൾ ക്ലേശിക്കുന്നുണ്ട്. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താവിന് ഭാര്യയോട് എന്തെന്നില്ലാത്ത ദേഷ്യം. ചിലപ്പോൾ വീട്ടിൽ കാണുന്ന ചില കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ദേഷ്യമായിരിക്കും. അപ്പൊ അതിനൊന്നും ബൗണ്ടറി വെച്ചിട്ട് മാനേജ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കോൺഷ്യസ് ആയിട്ട് ചെയ്താൽ മാത്രം വളർന്നു വരുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയേക്കാം. താനെ വളരില്ല. ചിലരൊക്കെ ജീവിതത്തിൽ വലിയ നേരിട്ടപ്പോൾ അത് വളർത്തിയെടുത്തിട്ടുണ്ട്. അവർ വിജയിക്കും. ഓക്കെ, ഗുഡ്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മാസം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തിയാലോ? നമ്മൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഈ മാസം കോൺഷ്യസ് ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഏതായിരിക്കും സാധിക്കുന്നത്? ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാൽ അതിനേക്കാൾ കുറച്ചും കൂടിയും ആഴപ്പെടാവുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം. നമ്മൾ പറഞ്ഞ 5 കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം. ഇപ്പോൾ ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നത്, നിങ്ങളുടെ വിവാഹ ബന്ധത്തിന് 3 മൂല്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക. ഒരു സെന്റൻസ് എഴുതുക നിങ്ങളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച്. യു ആർ മാരീഡ് ടു ബി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ വിവാഹ ജീവിതം വഴി ഞങ്ങൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ഈ പറഞ്ഞ വിശ്വസ്തത, അല്ലെങ്കിൽ വിശ്വാസം, അല്ലെങ്കിൽ കെയറിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ഒരു സെന്റൻസ് വളരെ മനോഹരമായിട്ട് എഴുതി സൂക്ഷിക്കുക. ജസ്റ്റ് പ്ലേസ് ഇറ്റ് സംവെയർ where you can easily notice it. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ബന്ധത്തിന്റെ ആഴം കുറച്ചും കൂടി കൂടും. ഓക്കെ, നമുക്ക് ഈ ഒരു ആക്ഷൻ ഈ മാസത്തേക്ക് ചെയ്താലോ? അത് ലെറ്റ് us see how effective it is. ഒരു 3 മൂല്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ചർച്ച ചെയ്തു. പക്ഷേ ഇനി കുറച്ചും കൂടി നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് സംസാരിച്ച് വാട്ട് മൈറ്റ് ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 3 values in our life എന്ന് കണ്ടെത്തിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സെന്റൻസ് എഴുതാം. ഓക്കെ,
അങ്ങനെ നമുക്ക് നമ്മുടെ ഈ മാസത്തെ പരിശീലനം നടത്താം. നല്ല ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പുറത്ത് ജോലി ചെയ്യുന്നു, അത് സാരമില്ല. ജോലി അതിൽ തന്നെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. സ്ട്രെസ് അതിൽ തന്നെ പ്രശ്നമുള്ള കാര്യമല്ല. അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള നല്ല ഒരു മെത്തഡോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഗുഡ്. നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്താലോ?